പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് എൻ്റെ നല്ലവരായ ക്രൈസ്തവ സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊക്കെ ഈ ഹറാം പിറന്നവൻ അല്ലെങ്കിൽ ഹറാമിൽ പിറന്നവൻ എന്ന പ്രയോഗം കൊണ്ട് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? അത് നിങ്ങളിൽ പലരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പോലെ ജാരസന്തതികളെക്കുറിച്ചല്ല ഹറാം പിറന്നവൻ എന്ന് പറയുന്നത്. അത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ രൂപപ്പെട്ട ഒരു പ്രയോഗമാണ്. അതായത് ഭാര്യയ്ക്ക് അശുദ്ധി ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് മെൻസസ് ആവുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടൽ മതപരമായി നിഷിദ്ധമാണ്, ഹറാമാണ്. ശാസ്ത്രീയമായും ആ സമയത്തുള്ള ശാരീരിക ബന്ധം വിലക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എന്നാൽ ആ സമയത്ത് ആരെങ്കിലുമൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൽ അവർക്കൊരു കുട്ടി ജനിച്ചാൽ അങ്ങനെ ഒരു കുട്ടി ജനിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ശാസ്ത്രീയമായി ഒരിക്കലും അത് നടക്കാൻ സാധ്യതയില്ല. ഇനി ലോകത്ത് എവിടെയെങ്കിലും ശാസ്ത്രത്തേക്ക് ഞെട്ടിച്ചുകൊണ്ട് അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ, കോഴിക്ക് മുല വന്നു എന്നൊക്കെ പറയുന്നത് പോലെ അപൂർവമായി അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ, ഒരുപക്ഷെ 10 ലക്ഷത്തിലോ 1 കോടിയിലോ ഒക്കെ സംഭവിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ അവിശുദ്ധമായ ഒരു ജന്മമായിരിക്കും അത്. അങ്ങനെ ഒരു ജന്മം, ഹറാമിൽ പിറന്നവൻ അല്ലെങ്കിൽ ഹറാം പിറന്നവൻ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു ജന്മം ഈ ഭൂമി മലയാളത്തിൽ എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂഞ്ഞാറ്റിലെ പ്ലാത്തോട്ടത്തിൽ ചാക്കോയുടെ മകൻ PC ജോർജിന്റെ ജന്മമാണെന്ന് ഞാൻ നിസ്സംശയം പറയും. അതിന്റെ കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി അയാളുടെ വായിൽ നിന്നും വരുന്ന വാക്കുകളാണ്, അയാളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രവർത്തികളാണ്. സാധാരണ നിലയിൽ ഒരാൾ അയാളുടെ മതവിശ്വാസം ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ അയാൾ അതുവരെ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ളതോ അയാളുടെ സംഘടനയുമായിട്ടുള്ള ബന്ധങ്ങളോ ഉപേക്ഷിച്ചാൽ അയാളുടെ പുതിയ വഴി തിരഞ്ഞെടുത്ത് ആ വഴിക്കങ്ങ് പോകുക എന്നുള്ളതാണ്. അല്ലാതെ തിരികെ വന്ന് തൻ്റെ പഴയ പ്രസ്ഥാനത്തെ, മതത്തെ, സമുദായത്തെ, മതമേലധ്യക്ഷന്മാരെയൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശനം എന്ന പേരിൽ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയും കളങ്കപ്പെടുത്തുകയും സ്വന്തം സമുദായത്തെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കുന്ന പണിയെടുക്കുകയും ചെയ്യുന്നത് ഹറാമിൽ പിറന്നവന്റെ ലക്ഷണങ്ങളാണ്, അവന്റെ സ്വഭാവങ്ങളാണ്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.5% വരുന്ന ക്രിസ്ത്യാനികൾ ഇനിയുള്ള കാലം BJP RSSനെ സുഖിപ്പിച്ച് ജീവിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. അല്ലെങ്കിൽ BJP RSS പോലെയുള്ള സംഘടനകളുടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് ഈ 2.5% വരുന്ന ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ജീവിച്ചു പോകുന്നത് എന്ന തരത്തിൽ PC ജോർജ് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നതിലൂടെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും, അയാൾ ക്രിസ്ത്യൻ സമൂഹത്തെ സംഘപരിവാറിന് ഒറ്റിക്കൊടുക്കുന്ന പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ വിശ്വാസത്തെ, അവരുടെ സംസ്കാരത്തെ, പാരമ്പര്യത്തെ, പൈതൃകത്തെ ഒക്കെയും അപ്പന്റെയും മകന്റെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സംഘപരിവാറിന്റെ കാൽക്കൽ കൊണ്ടുവച്ച് വണങ്ങി നിൽക്കാനാണ് പരസ്യമായി അയാൾ ആവശ്യപ്പെടുന്നത്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് പരസ്യമായി പ്രസംഗിച്ചത്, ഞങ്ങൾ BJPയിൽ ചേർന്നതിന് ശേഷം മാത്രമാണ് ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നതെന്ന്. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അന്തസ്സും അഭിമാനവും ഉണ്ടായത് BJPയിൽ ചേർന്നതിന് ശേഷമാണെന്ന്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം കേവല രാഷ്ട്രീയ ലാഭം നോക്കി BJPയിൽ ചേർന്ന അപ്പനും മകനും അതുവരെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനവും അന്തസ്സും ഇല്ലാതെയാണോ ഈ രാജ്യത്ത് ജീവിച്ചത്? ജനസംഖ്യയിൽ കുറവാണെങ്കിലും ഇങ്ങനെ ആക്ഷേപിക്കാനും അപമാനിക്കാനും വില കുറച്ച് കാണാനും മാത്രം ഒരു നിലയും വിലയുമില്ലാത്ത മതവിഭാഗമാണോ, ന്യൂനപക്ഷ വിഭാഗമാണോ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികൾ? ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ക്രൈസ്തവ സഭകളുടെ സംഭാവനകൾ ആർക്കെങ്കിലും തള്ളിക്കളയാൻ കഴിയുമോ? ഈ രംഗത്ത് അവരുണ്ടാക്കിയ ഓളവും മുന്നേറ്റവും സൃഷ്ടിച്ച വിപ്ലവവും രാജ്യത്ത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ മതവിഭാഗങ്ങൾക്കോ ഇനിയും സാധ്യമായിട്ടുണ്ടോ? ഇന്ന് രാജ്യതലസ്ഥാനത്ത് അധികാരത്തിന്റെ ഇടനാഴികളിൽ ഇരുന്ന് ക്രിസ്ത്യാനികൾക്കെതിരെ, ക്രൈസ്തവ സഭകൾക്കെതിരെ നിയമം പാസാക്കുന്ന മേലാളന്മാരിൽ പലരും പ്രാഥമികവും ഉന്നതവുമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് ഡൽഹിയിലെ പേരുകേട്ട ഇതേ ക്രൈസ്തവ സഭകളുടെ സ്കൂളുകളിൽ നിന്നാണ്, കോളേജുകളിൽ നിന്നാണ്. ആർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട ക്രൈസ്തവ സമൂഹമേ, വഖഫ് ബില്ലിന്റെ കാലത്ത് മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാർ ഈ രീതിയിലുള്ള നീക്കം നടത്തിയപ്പോൾ നിങ്ങളിൽ പലരും അന്ന് സംഘപരിവാറിനോടൊപ്പം ചേർന്ന് ഞങ്ങളെ ഒറ്റപ്പെടുത്തിയവരാണ്. ഞങ്ങൾ മതപരമായി, വിശ്വാസപരമായി കാണുന്ന വഖഫിനെ കിരാതം എന്ന വാക്കുച്ചരിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേക്കും വാങ്ങി നിങ്ങളുടെ അരമനകളിലേക്ക് വന്നപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ച് നിങ്ങൾ അയാൾക്ക് തീന്മേശ ഒരുക്കിയതാണ്. എന്നാൽ അതേ സംഘപരിവാർ ഇപ്പോൾ നിങ്ങളെയും തേടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങളോട് വിയോജിക്കുക, നിങ്ങളെ ഒറ്റപ്പെടുത്തുക എന്ന പ്രതികാര ബുദ്ധി ഞങ്ങൾക്കില്ല. അത് ഞങ്ങളുടെ സംസ്കാരവുമല്ല, ശൈലിയുമല്ല. ന്യൂനപക്ഷം എന്ന നിലയിൽ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ഭരണഘടനയ്ക്കനുസരിച്ചുള്ള എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കും വകവെച്ച് കിട്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമായി ഇവിടുത്തെ മുസ്ലിം സമുദായവും നിങ്ങളോടൊപ്പമുണ്ട്. PC ജോർജിനെ പോലെയുള്ള ഹറാം പറഞ്ഞ ജന്മങ്ങളെ, ഒറ്റുകാരെ തള്ളിപ്പറയാനും ഒഴിവാക്കാനുമുള്ള ചങ്കൂറ്റം, ആർജവം നിങ്ങൾ കാണിച്ചാൽ സംഘപരിവാറിനെതിരായ പോരാട്ടം നമ്മൾ പൊളിക്കും.